ഹായ്, ഇന്ന് റോസുകൾ നിറയെ കുലകുലയായിട്ട് പൂക്കുന്നതിനുള്ള ഒരു ഫെർട്ടിലൈസർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ്. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ റോസുകൾ ഇങ്ങനെ നിറയെ പൂക്കുന്നതെന്ന്. അപ്പോൾ ഇന്ന് അങ്ങനെ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ വീട്ടിൽ ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുണ്ടാകുന്ന വേസ്റ്റ്, അങ്ങനെയുള്ള 3 വേസ്റ്റ് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് ഈ ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെയാണ് നമുക്കിത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ ആദ്യം എടുക്കുന്നത് പഴം കഴിച്ചതിന് ശേഷമുള്ള പഴത്തൊലി, 1-2 പഴത്തൊലി എടുക്കുക. ശേഷം മുട്ടത്തൊണ്ട്, 1-2 മുട്ടയുടെ തൊണ്ട് കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണ്. അങ്ങനെയുള്ള മുട്ടത്തൊണ്ട്. പിന്നെ നമ്മൾ ചായ എല്ലാം കുടിച്ചതിന് ശേഷമുള്ള ചായമട്ട്, കുറച്ച് ചായമട്ടും. ഇങ്ങനെയുള്ള ഈ 3 സാധനങ്ങളും കൂടി നമ്മൾ മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. അങ്ങനെ ഇത് 3ഉം കൂടി കറിക്കൊക്കെ അരയ്ക്കുന്ന പോലെ നല്ലതുപോലെ അരച്ചെടുത്തതാണിത്. ഇനി ഇതൊരു ബക്കറ്റിലേക്ക് ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ വെള്ളം ചേർത്തെടുക്കാം. നല്ലതുപോലെ ഏത് ഫെർട്ടിലൈസർ ആണെങ്കിലും നല്ലതുപോലെ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഇത് നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെടികൾക്ക് നേരെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ ചെടീൻ്റെ ചുവടൊക്കെ ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പം ഞാൻ ഇങ്ങനെയെല്ലാമാണ് എൻ്റെ റോസാ ചെടികൾക്ക് ഫെർട്ടിലൈസർ കൊടുക്കുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ ഒരു പൈസ ചിലവും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു നല്ല ഫെർട്ടിലൈസറാണ് ഇത്. എല്ലാവരും വീട്ടിലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.